അല്ല എമി ജാക്സൺ അല്ല. ഇങ്ങനെ മുളന്ന താത്ത നന്നായി പുകഴ്ത്തി പഠിക്കേ. ആളെ പേര് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗസ് ദ സെലിബ്രിറ്റി അല്ലേ, ചലഞ്ച് ആണ്. ഗസ് ദ സെലിബ്രിറ്റി. ഫോട്ടോസില് ചില കണ്ണ് വായ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ അതിന് ഗസ് ചെയ്ത് പറയാം. ഫസ്റ്റ് കൈ പൊക്കണ ആൾക്ക് ഫസ്റ്റ് പറയും അല്ലേ? എങ്ങനെ റൂൾ എന്ന് വെച്ചാൽ ആദ്യം ഫോട്ടോ കാണിക്കും. ഫോട്ടോ കാണിച്ചിട്ട് ആരാണ് ആദ്യം കൈ പൊക്കണേ, കൈ പൊക്കണാണ് ആദ്യം പറയണം. പക്ഷെ അതിന്റെ മുന്നേ പറയേ ഫസ്റ്റ് എടുത്ത് പറയ ചെയ്താ ഔട്ടാണോ മൈനസ് ആണോ? പോയിന്റ് ഇല്ല, നെക്സ്റ്റ് ആൾക്ക് പോകും. അപ്പൊ അതായത് നെക്സ്റ്റ് ആൾക്ക് തെറ്റാണെങ്കിൽ ആ ടേൺ നെക്സ്റ്റ് ആൾക്ക്. അപ്പൊ ഫസ്റ്റ് ആദ്യം കൈ വെക്കണം അല്ലേ? ഓക്കെ. ഫുള്ള് പറഞ്ഞ എന്തുണ്ടാവുക പോയിന്റ് കൂടിയ ആൾക്കാർ ജയിച്ച് ആള് പറയണ ഇന്ന് മേടിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറയണത് ചിഞ്ചു എനിക്ക് മേടിച്ചു തരും, ചിഞ്ചു ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മേടിച്ചാൽ മതിയില്ലേ? കറക്റ്റ് ഫസ്റ്റ് ആരെ കൈ പൊക്കണോ നോക്കിക്കോട്ടാ. ആയിഷ നോക്കണേ ആരെ കൈ പൊക്കണെന്ന്. 1 2 3 സ്റ്റാർട്ട്. ടൈം ഉണ്ട്. ധനുഷ്. പോയിന്റ് ആണെങ്കിൽ ആലോചിച്ചു. 1 1 0 1. ചേച്ചി ഓൾറെഡി കണ്ടിട്ട് തോന്നുന്നു. ഒരു ഗസ്സിനാണ് ധനുഷ് കണ്ട് പറഞ്ഞു. കിട്ടും ഫസ്റ്റ് നോക്കാം. ഈസി ആയിട്ടുള്ളതാണ്. പറഞ്ഞാലല്ലേ പാസ്. അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാനാദ്യം കൈപൊക്കിയത് സംബന്ധമാണ്. ഒരേ ടൈമിലാ കൈപൊക്കിയ. നോക്കി നോക്കിയാ ഇത് ഞാൻ ഉണ്ടാക്കിട്ടാ അല്ല നെക്സ്റ്റ് മുതലാക്കാൻ കൈ പൊക്കാൻ കൊണ്ട് കളഞ്ഞ് മായ അടിച്ചിരുന്നു. അല്ലേ വണ്ണില്ല ക്വസ്റ്റ്യൻ ആണ്. 1 0. ഓക്കെ, ഞാൻ തറ കാണിക്കണേ. പറയരുത് കൈ പൊക്കിയിട്ട് പറഞ്ഞോന്ന് പറയുമ്പോ പറഞ്ഞാൽ കൈ പൊക്ക. അനശ്വര. എനിക്കൊരു ചാൻസ് ഉണ്ട്. മലയാളാണോ? മലയാളാണോ? ഇൻഡസ്ട്രി എന്ന് പറയുന്നില്ല, മലയാളം അല്ല. അല്ലേക്ക് പറയാറില്ല. അല്ല. ഇത് വേണ്ടത് കുറച്ച് മേലെ കാണിക്കോ? നീ മേലേക്കൊന്നും കാണിക്കാൻ ഞാൻ പറയട്ടെ. പറയണില്ല എന്ന് പറഞ്ഞാ നീ പറഞ്ഞു. എനിക്കറിയില്ല. നോറ ഫത്തേഹി. കുറച്ച് മനസ്സിലായല്ലോ. നല്ലൊരു ഈസി ഓപ്ഷൻ ഞാൻ ചോദിക്കാം. നോക്കരുത്. കാണാനുണ്ട്. പറയട്ടെ. അപ്പൊ 2 1 പോയിന്റ് ഓർത്തോ. ഒരു കള്ളക്കളി കളിക്കരുത്. നെക്സ്റ്റ് ഒരാള്. ഇത് ആരാന്ന് പറയാൻ പറ്റുമോ നോക്കാം. ഫസ്മിന. ഇവിടുത്തത് ചിരിക്കണ. നെക്സ്റ്റ് ആള് 2 2. ഓക്കെ. ഞാനാണ് കൈപൊക്കി. കള്ളക്കളിയുടെ ഇങ്ങനെ പൊക്കിയാൽ അടുത്ത ആള് അത് കൈ വെക്കണം. 3 3 3 2 3 2. ഞാൻ പറയട്ടെ.
മറ്റേ പെണ്ണാണോ? അല്ല എമി ജാക്സൺ അല്ല. അതല്ലേ? കിസ് കിസ് ഇതല്ല. അല്ല അല്ല, ഒരു ക്ലൂ തരോ? ഞാൻ പറയാം. രണ്ടാൾക്ക് കൂടി ഒരു ക്ലൂ. ആദ്യം കൈബുക്കല്ല. ലാസ്റ്റ് ഇയറത്തെ ഭയങ്കര ഫേമസ് പേഴ്സൺ ആണ്. ഹിന്ദിയാണോ? ആ അപ്പൊ തമിഴും ഉണ്ട് ഹിന്ദി ഉണ്ട്. തമിഴിന്റെ ഞാൻ ആ, പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്. ഹിന്ദി ഉണ്ട്, ഹിന്ദി ഉണ്ട്. അപ്പൊ മെയിൻ വേറെ എന്താണ്? ഫിലിം ഇൻഡസ്ട്രി തന്നെ ആവണമെന്നില്ല. ഓ ഞങ്ങൾക്ക് അറിയണ്ടേ. ആ എല്ലാവർക്കും അറിയാം. അറിയോ? ആ. ഇതെന്ത് ചിരിയത്? ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഐക്കോണിക് ചിരിയാണ്. ഇത് പെണ്ണല്ല അല്ലേ? സണ്ണി ലിയോൺ. ചിരി കണ്ടിട്ടാ സണ്ണി ലിയോൺ ഒന്നല്ല. ആലോചിച്ചു കഴിഞ്ഞ കൊല്ലത്തെ ഭയങ്കര ഫേമസ്. കഴിഞ്ഞ കൊല്ലേത് അതായത് ഈ ഹിന്ദി അല്ല മെയിന്. അപ്പൊ ഫിലിമില് ഇല്ല. അല്ല ഫിലിം ഇൻഡസ്ട്രി രാധിക. മൂന്നിട്ട് മോളെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ജാസ്മിൻ. മനസ്സിലായി? ജാസ്മിൻ എനിക്കറിയായിരുന്നു. കണ്ടിട്ട് ആരാന്ന് പറയാം. ചിഞ്ചു കൈ പൊക്കിട്ടായിട്ട് പറയാൻ പാടില്ല. കൈ പൊക്കിട്ടാ ജാസ്മിന് പറഞ്ഞു. എന്നൊക്കെ ഇങ്ങനെ റെഡി ആയിക്കോ. കഴിയാനായോ? ഇല്ല റെഡി ആയിക്കോ. ഞാൻ നസ്രിയ. ഞാൻ അടുത്താണ് കേട്ടോ. അത് കുറച്ച് ഫേമസ്. 6-3 കൈ പൊക്കാൻ റെഡി ആയിക്കോട്ടെ എല്ലാവരും. കൈയാറ്റ പൊക്കിക്കട്ടെ. ഒന്നും കൂടെ ഒരുമിച്ച പറയാൻ പറ്റില്ല. ഒരുമിച്ച പറയാൻ പറ്റില്ല. ഒരുമിച്ച് പറയാം. രണ്ടാളും പറയാൻ പോയി. അയ്യോ ഇയാളെ പേരെന്താ? സന്തോഷം. അപ്പൊ 7-4. 7 ഹാഫ് അല്ലേ? പോയിന്റ് ആക്കിക്കോ. 7-4. 6. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആള് 7-4 അല്ലേ? ഈ കൊറേ എടുക്കണേ. മറ്റാള് ജാക്ക്. പേരറിയോ? ലിയോണാർഡോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഇത് കുറച്ച് ടഫാണ്. 8-5. ആദ്യം കൈ പൊക്കാം. ടഫാണ്, നല്ല ടഫാണ്. ഹിന്ദി നോക്കട്ടെ. മറ്റേ മുണ്ടാണ്ടിക്ക് ഞാൻ പറയും. മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിച്ച ചെക്കല്ലേ? അതല്ല. മമ്മൂട്ടിയുടെ ചെറുപ്പാ. മമ്മൂട്ടിയുടെ ബ്രദറായിട്ട്. ഇത് പേര് എനിക്ക് അറിയില്ല. അങ്ങനൊക്കെ ഉണ്ടാവും. മലയാളല്ലേ? വേറെ എന്തെങ്കിലും ഒരു സിനിമ പറയാൻ. ഞാൻ ഇപ്പൊ നേരത്തെ ആലോചിച്ചു. ആ ഫിലിമല്ല. ഏത് ഫിലിം? ചെക്കനാണ്. അതാ ഏത്? ആൻസൺ പോൾ. ആൻസൺ. മനസ്സിലായില്ല ആളെ? ഇല്ല. എനിക്ക് മനസ്സിലായി. കുറച്ച് സീനാണ്. ഇത് കണ്ടുപിടിക്കണം. ഞാൻ പറയട്ടെ. നന്ന്. പേര് നന്ന് സിനിമയുടെ പേരാ. ഇത് കണ്ടിട്ട് പറയണ ആരാന്ന്. പറയട്ടെ. അല്ല 6-8. ഇല്ലേ. എത്ര? 6-8. ഞാന് പ്രിയങ്ക ചോപ്ര. അപ്പൊ 9-7. ഇത് ഫേസ് അല്ല, ആളുടെ ഒരു സിഗ്നേച്ചർ. ഒരു മിനിറ്റ് എത്ര പോയിന്റ് ആയിരുന്നു പറയോ? 9-6.
ഒരു സിഗ്നേച്ചർ അടയാളാണ്. നേരത്തെ പറഞ്ഞതാ. എവരിബഡി നോസ്. അപ്പൊ ആക്ടർ അല്ല, ആക്ടർ ആണ്. ആക്ടർ എന്താണ്, ഫേമസ് പേഴ്സൺ ആണ്. പക്ഷെ ഇത് കണ്ടറിയാറാണ്. മാറിക്ക്. എനിക്കറിയില്ല. അപ്പൊ 10 ഉം 6 ഉം. ഋത്വിക് റോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10-6 നമ്മൾ നിൽക്കുന്നത്. 10-6 കഴിയാനായമോ? ഇല്ല, ഇനിയുണ്ട്. 20 നോക്ക് 20 നെസ്ലെ. ഫസ്റ്റ് കൈ നെക്സ്റ്റ് ഇട്ടാ ഈസിയാ. ആരാണ് 2 കൈ പറയട്ടെ? ഷാറുഖ് ഖാൻ. കൈവക്കിയല്ലോ. പഴയ ഫോട്ടോ മനസ്സിലാവില്ലാന്ന് വിചാരിച്ചു. വേറെ ഏതെങ്കിലും പറയണേന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. വേറെ 7-ഉം 11-ഉം. ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ വരട്ടെ. ദീപിക. അപ്പൊ 8 ഉം 11 അടുത്ത് 8 ഒരു വിച്ചിട്ടല്ലേ? ആലിയ ഭട്ട്. അപ്പൊ 12 ഉം 8 ഉം. പിന്നെ കഴിയാനായുമ്പോ നീ പെട്ടെന്ന് ഗൂഗിളിൽ നിന്ന് എടുക്കട്ടാ. കഴിഞ്ഞ കഴിയല്ല. അല്ലല്ല, ഒരാളും കൂടെ. ഒരാളും കൂടെ ഉള്ള. അപ്പൊ ചിന്തി ചേച്ചി. ഞാൻ അപ്പൊ രണ്ടാളുണ്ട്. 2 നമ്പറാണ്. അന്നാടി ജയിക്കില്ല. ഓക്കെ ഓക്കെ. ഞാൻ ജയിക്കൂല ഗൈസ്. എന്നാലും ഒന്ന് പറയാൻ പറ്റുമോ? തിരിക്കാകോ അതിഥി. വലിയ കാര്യം. 13 ഉം 18 ഉം. അല്ല 13 ഉം. ഭാവന. കണ്ടിട്ടില്ല. 9 ഉം 12 ഉം. അല്ല 13 ഉം. ഇനിയൊന്നുമില്ലല്ലോ ഒരു 3 കൂടെ എടുക്ക. ചിഞ്ചു പറയാൻ പറ്റും. ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ലാസ്റ്റ് വണ്ണെന്നാണ് പറയണത്. എനിക്ക് 9 പോയിന്റും എനിക്ക് 10 പോയിന്റ് 13. 12. വിഷമം ഉണ്ടാവും. 13. ഓക്കെ. ഈസിയാണോ? ലാസ്റ്റ്. ഈസിയാണോ? വെരി ഈസി. എനിക്കറിയോ? അറിയാം. അറിയണ പോലെ ഉണ്ട്. തിരിക്കേ. പിന്നില് കണ്ണാടിയൊന്നുമില്ലല്ലോ എടുക്കണം. എന്നാ ഞാണെങ്കിൽ കുറച്ച് 10 റാൻഡം ആൾക്കാര്. 10, 13 അല്ലേ? ഒരു 3 ആളും കൂടി. ടഫുള്ള 3 ആളും കൂടി ഉണ്ട്. ഓക്കെ. അതില് ജയിക്കണ ടഫിടല്ലോ. അപ്പൊ ഞാൻ ജയിക്കൂല. ടാലി ആക്കിയിട്ട് ടഫ് ഇടാണെങ്കിൽ ഒരു ഇതുണ്ട്. കുറച്ച് വിഷമം ഉണ്ടാവും ഇങ്ങനെ ഇതായേന്. ഇനി നമുക്ക് ഈ അടുത്ത 3 കൂടെ നോക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ അതില് ഞാൻ ജയിച്ചാല് പിന്നെ തീർന്ന്. പിന്നെ ലിസ്റ്റ് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ സാധനം അത് പറ്റില്ല. ഫൗളാണ്. മേടിച്ചരണം എന്ന് പറഞ്ഞാൽ മേടിച്ചരണം. മോളൊന്ന് താത്ത നന്നായി പുകഴ്ത്തി പാടിക്കേ. അതെ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് അതിഥിനെ അറിയായിരുന്നു. പിന്നെ ആരെയും ഞാൻ പറയാൻ വിട്ട് ഷാറുഖ് ഖാൻ അല്ല, ഒരാളെ വിട്ടില്ലേ? അല്ല, ഋത്വിക് റോഷൻ എനിക്ക് മനസ്സിലായിണ്ടാവില്ല. വേറെ ആരും ഈ പറഞ്ഞോളൂ. ജാസ്മിനൊക്കെ തീരെ ആലിയ ഭട്ടിനെ അറിയായിരുന്നു. കയ്യില് ഇല്ല ജാസ്മിൻ. ഞാൻ ഇങ്ങനെ എന്റെ പോയിന്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൈ വെക്കാൻ പറഞ്ഞു. എനിക്കും എല്ലാരെയും അറിയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. എന്ത് ആൾക്കാര് എനിക്ക് ബുദ്ധിയില്ലാന്ന്. ആർക്കാണ് 10 10, 13. 3 പോയിന്റ്സ് വ്യത്യാസമുള്ളൂ അല്ലേ? 9 ഉം. ഫസ്റ്റത്തെ ആളെ പറയാം. 3, 4 എണ്ണം കൂടി വെച്ചിട്ടുണ്ട്. നല്ല ടഫാ. വെരി ഈസിയാണ്. വെരി ഈസി. ഈസി അല്ലേ? ചിഞ്ചിനെ കണ്ണാടി കൂടെ കാണാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഏത് കണ്ണാടി കൂടി കാണാനുള്ളത്? കണ്ണാടി കൂടെ. ഞാൻ പറയട്ടെ, മറ്റേ പേര് പറയണം. 3 ആളുള്ള ഫിലിമില്ലേ? ദീപിക, രൺബീർ, മറ്റേ ആ ഫ്രണ്ട്, മറ്റേ ആദ്യത്തെ റോയ് കപൂറിന് പേര് ഐഡന്റിഫൈഡ്. അപ്പൊ പേരറിയില്ല. ഒരു ക്ലൂ തന്നാലും പേരറിയില്ല. എനിക്ക് പേരറിയാം. പറഞ്ഞില്ലേ? എനിക്ക് പേരറിയാം.
ഇത് ജഡ്ജ് കുടുങ്ങിയ അവസ്ഥയാണ്. ഞാൻ പേര് ആളെ അറിയാം. പേര് പറഞ്ഞു. ശരിയാണെങ്കിൽ മാർക്ക് ഹാഫ് വന്നാ മതി. ഇനി പറഞ്ഞ ആള് ശരിയാണ്. ആ പേര് ആളെ പറഞ്ഞ പേര് ഞാൻ പറയട്ടെ. 13 അല്ല 11 പേര് പറയും. ക- കഥ അല്ല ക- പറയേ. കൽ- കല്യ കൽ- പറയേ. കൽക്കി. കൽക്കിന്ന് വരും. കൽക്കി കൊച്ചില്. എനിക്ക് പേര് അറിയല്ലോ പക്ഷെ ആളറിയാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആണ്. ഇതാരാ പറയാ? മറ്റേ പെണ്ണ് പറ്റില്ല. ആ ചുണ്ടുള്ള പെണ്ണ് ഇത് പറ്റില്ല ട്ടോ. എനിക്കറിയാം. ആന്റലീന ജോളി. കറക്റ്റ് കറക്റ്റ്. 12, 13. ചുണ്ടുള്ള പെണ്ണ്. ഓക്കെ നെക്സ്റ്റ്. 12, 13 ടൈ ആയി. ഇച്ചിരി കൈ തിരിക്ക്. വെച്ചിട്ട്. ആ, ഇതില് കാണുമ്പത്തിന് കൈ പൊക്കി. കാണുമ്പത്തിന് കൈ പൊക്കി. ഒക്കി. കാണുമ്പത്തിന് കൈ എന്നിട്ട് പൊക്കി. കൈ പൊക്കണം കേട്ടോ. അക്തർ മറ്റേ ഫറൂഖ്. ഫാറൂഖ്. അല്ല അല്ല ഫർഹാൻ അക്തർ. ഫറൂഖ് അക്തർ. ഫർഹാൻ അക്തർ. അപ്പൊ അതെ ഒരു കാര്യം പറയട്ടെ, ചിഞ്ചു ഇങ്ങനെ ആക്കുമ്പത്തിന് കൈ പൊക്കി. ശരിയല്ല കേട്ടാ. ശരിയല്ല, അപ്പൊ ചിഞ്ചു ജയിച്ചില്ലേ? അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ പോയില്ലേ? അപ്പൊ അത് താരായില്ലേ? അറിയണോണ്ടല്ലേ? ഫൈനൽ ആള് ശരിയാവില്ല. പറയ്ക്ക് ഇങ്ങനെ മറ്റേ അറിയില്ല. ട്രംപ. അല്ല പിന്നെ എന്തിനാ എന്നൊക്കെ ശരിക്കും നോക്ക്. നിങ്ങൾ അതിന്റെ എക്സ് വൈഫിനെ ഇപ്പൊ പറഞ്ഞോളൂ. സ്മിത്തിന്റെ ഭർത്താവിനെ എനിക്കറിയില്ല. സ്മിത്തിന്റെ ഭർത്താവ്. അല്ല മിസ്റ്റർ ആൻഡ് മിസ്റ്റർ സ്മിത്ത്. ആ ചെക്കനാണോ? ആ പേരറിയില്ല, സ്മിത്ത്. ആർക്കും കിട്ടില്ല. അപ്പൊ അപ്പൊ വീണ്ടും ചിഞ്ചു സക്സസ്ഫുള്ളി ജയിച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റേ ഫൗളാ ചിഞ്ചു. എവിടെ ഇന്ന് ചെലവ് എന്റെ വക. അടിച്ചു കയറി വാ. ആ കള്ളം ആ കള്ളും കപ്പിയും കരിതും എന്താ ചക്കൂട്. ഓക്കെ 15 എത്ര? 15 ഇയാൾ കൂടുതലല്ലേ? 15 14, 14, 12, 13, 14 രണ്ടെണ്ണം. 13, 14 എന്നാണ് എത്ര? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് ജയിച്ചിരിക്കുന്നത് ശരിക്ക് 13 കൂട്ടാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇങ്ങനെ ആക്കുമ്പത്തിന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു പോയിന്റ് വ്യത്യാസമുള്ള. എന്തായാലും തോറ്റത് തോൽവിയൊന്നുമില്ലേ. സമ്മതിച്ചു കൊണ്ട്. അപ്പൊ ഇന്ന് ജയിച്ചതാരാ? പറയൂ. ഓക്കെ, അപ്പൊ നമ്മള് ചാലഞ്ച് ഇവിടെ വിഷമം ഉണ്ടാവും. മാറിക്കാളും. ആ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ പിടിച്ച് നമ്മൾ കരഞ്ഞു വേണമെങ്കിൽ അത് പുറത്തേക്ക് കരഞ്ഞു കുഴപ്പമില്ല. ഓക്കെ സാരില്ല, ഞാൻ അടുത്ത ചാലഞ്ച് ആയിട്ട് വരാന്നല്ലേ. ഇങ്ങനെ കാര്യങ്ങൾ വിഷമിച്ചിരിക്കോ? 2 പോയിന്റിനല്ലേ നമ്മൾ 2 ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാനിപൂരി ചാലഞ്ച് എത്ര തിന്നാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കഴിവ് വേണം. അതെ, കഴിവ്. ഓക്കെ, അപ്പൊ ഞാൻ പറയും. അപ്പൊ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. എന്ത് ചാലഞ്ചാ? അടുത്ത വീഡിയോയിൽ നമ്മൾ വരും. അടുത്ത വീഡിയോ എന്താ നിങ്ങൾ പറയും? കുറച്ച് ഈസി ഉള്ളത് പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ തോൽപ്പിക്കാൻ. ഓക്കെ, ബൈ.